സാർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പുതിയ അധ്യക്ഷനാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ മുഖം അല്ലെ പ്രൊഫഷണൽ സമീപനമുള്ള അധ്യക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്ത് മാറ്റമായിരിക്കും ബി.ജെ.പിയിൽ ഉണ്ടാവുക? വലിയ മാറ്റമായിരിക്കും. കേരളത്തിലെ ബി.ജെ.പി അടിമുടി മാറും. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നുള്ള സൂചന അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ വന്നതാണ്. കാരണം എൻ്റെ പേരും ആ കൂട്ടത്തിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ച് തന്നെ സ്ഥലത്തുണ്ടായിരുന്നു താനും. അപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വം മതിയായ സൂചനകൾ കൊടുത്തിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ചർച്ചകൾ നടക്കുമ്പോൾ ആരുടെയും പേര് മാറ്റിവെക്കേണ്ടതില്ലല്ലോ. പല സ്ഥലത്തും മറ്റേ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഡൽഹിയിലുണ്ട്, ഹരിയാനയിൽ കൂടുതൽ മേയർമാരെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ. ഈ കൂട്ടത്തിൽ വേറെ ആർക്കെങ്കിലും പ്രതീക്ഷ കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചർച്ചകളിലൊക്കെ പലരും പറയാറുണ്ട്, നമ്മളുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിരുന്നതാണ്. ഇപ്പോൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ വരികയുള്ളൂ എന്ന വ്യത്യാസമേ ഉള്ളൂ. മാത്രമല്ല, കേന്ദ്രത്തിൽ JP നദ്ദ മാറിയിട്ട് വേറൊരു പ്രസിഡന്റും കൂടി വരുമല്ലോ, വലിയൊരു ടീം വരും. രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ നിന്നാണ് രാജ്യസഭയിൽ എത്തിയത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം അദ്ദേഹത്തിൻ്റെ നാട് കൂടിയായ കേരളത്തിലേക്ക് മാറുകയാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചത് കേരളത്തിലല്ല, അദ്ദേഹം ജനിച്ചത് മോദിയുടെ ഗുജറാത്തിലാണ്. അദ്ദേഹം അഹമ്മദാബാദിലാണ് ജനിച്ചത്. അഹമ്മദാബാദിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് MK ചന്ദ്രശേഖരൻ ഇന്ത്യൻ വ്യോമസേനയിൽ എയർ കമ്മഡോർ ആയിരുന്നു. ഈ ഫോഴ്സസിൻ്റെ പശ്ചാത്തലം ഉണ്ടല്ലോ, സേനാ പശ്ചാത്തലം. അങ്ങനെ സേനാ പശ്ചാത്തലമുള്ളവരൊക്കെ ഒരു സംയമനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആരോടും അങ്ങനെ അവിദ്വേഷമോ ചണ്ടയ്ക്ക് പോക്കോ ഒന്നുമില്ല. എല്ലാവരെയും ഒന്നിച്ച് കാണാനും കഴിയും. കാരണം നമ്മൾ ഈ സേന ആസ്ഥാനത്തൊക്കെ പോകുമ്പോൾ എല്ലാ തരം ദേവാലയങ്ങളുമൊക്കെ ഈ താവളത്തിൻ്റെ ഉള്ളിൽ തന്നെ കാണും. ഗുരുദ്വാരയും ഹിന്ദു ക്ഷേത്രവും ക്രിസ്ത്യൻ പള്ളിയും മോസ്കും എല്ലാം കാണും. അപ്പോൾ ഇൻക്ലൂസീവാണിത് ഈ സേന എന്ന് പറയുന്നത്. അവർ ഈ ജാതി തിരിച്ചോ മതം തിരിച്ചോ അങ്ങനെയൊന്നും ആളുകളെ കാണുന്ന ആളുകളല്ല സേന എന്ന് പറയുമ്പോൾ. പക്ഷെ ദേശാഭിമാനം എന്ന് പറയുന്നത്, പാട്രിയറ്റിസം, അത് ആയിരിക്കും അവരെ നയിക്കുന്നത്. അത് കുടുംബാംഗങ്ങളിലും അത് കാണാൻ കഴിയും. കാരണം വീട്ടിൽ പറയുന്ന കഥകളുമൊക്കെ അതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ദേശാഭിമാനം എന്തായാലും ആദ്യം തന്നെ അവർ അക്വയർ ചെയ്ത് കാണും. അപ്പോൾ ഈ ഒരു സേനാ പശ്ചാത്തലമാണ് ഈ അച്ഛൻ വ്യോമസേനയിൽ ഉണ്ടായിരുന്നത് കൊണ്ട്. അതും വലിയ പൊസിഷനാണ് എയർഫോഴ്സിലെ, വലിയ ഓഫീസറായിരുന്ന ആളാണ് ചന്ദ്രശേഖരൻ, എയർ കമ്മഡോർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ മാത്രമല്ല, ഈ പിതാവ് ചന്ദ്രശേഖരനാണ് പഴയ കോൺഗ്രസ് മന്ത്രിയൊക്കെ ആയിരുന്ന രാജേഷ് പൈലറ്റിനെ ട്രെയിൻ ചെയ്തത്. പൈലറ്റായിട്ട് പരിശീലിപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പിതാവ് ചന്ദ്രശേഖരനാണ്. അപ്പോൾ അങ്ങനൊരു ലിങ്ക് പഴയ കോൺഗ്രസിൽ കിടപ്പുണ്ട്. രാജേഷ് പൈലറ്റ് പിന്നെ വല്ലാതെ മാറിപ്പോയിരുന്നല്ലോ. അദ്ദേഹം വ്യോമസേനയിൽ ഉണ്ടായിരുന്നാണ്. മറ്റേ രാജീവ് ഗാന്ധി ക്ഷണിച്ച് പാർട്ടിയിലേക്കും പിന്നെ മന്ത്രിസ്ഥാനങ്ങളിലേക്കൊക്കെ വന്നതാണ്. ശരിക്കും ഇവരുടെ കുടുംബം തൃശ്ശൂർ ദേശമംഗലത്താണ്, രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബം. അതുകൊണ്ട് രാജീവ് ഈ തൃശ്ശൂരിലെ സെൻറ്റ് പോൾസ് കോൺവെൻറ്റിലാണ് പഠനമൊക്കെ ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞ് ബംഗളൂരു കേന്ദ്ര വിദ്യാലയ. അത് ഈ സേനകളിലൊക്കെ ഉള്ളവരെയും പാരന്റ് മാറുന്നതനുസരിച്ചിട്ടേ പല സ്ഥലത്തേക്കും താവളം മാറുമല്ലോ. അത് കഴിഞ്ഞ് മണിപ്പാലിലാണ് മറ്റേ BTech ചെയ്തത്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതെ ചെയ്തത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്, അമേരിക്കയിൽ.
അത് കഴിഞ്ഞിട്ട് വിനോദ് ധാം ഇദ്ദേഹത്തിനെ ഇന്റലിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നാണ് ഇന്റൽ. അവിടെ 3 കൊല്ലം ജോലി ചെയ്തിരുന്നു, 1988 1991. അപ്പോൾ അവിടെ വെച്ച് തന്നെ മറ്റേ BPL നമ്പ്യാരുടെ മകളെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ 1900 ഈ ഇന്റലിലിരിക്കുമ്പോൾ i486 പ്രോസസ്സർ അതിൻ്റെ ആർക്കിടെക്ചറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് രാജീവ്. പിന്നെ ഹാർവാർഡിലൊരു മാനേജ്മെൻറ്റ് പ്രോഗ്രാമും ചെയ്തിരുന്നു. BPL നമ്പ്യാരുടെ മകളെയാണല്ലോ വിവാഹം ചെയ്തത്. BPL 1994 ജോയിൻ ചെയ്യാണ്. ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത പരിചയമൊക്കെ വെച്ചിട്ട് വരുന്നു. BPL മൊബൈൽ എന്നുള്ളത് രാജീവിൻ്റെ ആശയമായിരുന്നു. ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടത് ആ സമയത്താണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്ത് മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം BPL മൊബൈലിൻ്റെ ആളായിട്ട്, രാഷ്ട്രീയത്തിലില്ല, ബിസിനസ്സുകാരനാണ്. സൗത്ത് പാർക്കിൽ വന്ന് താമസിച്ചിട്ടൊരു PR ഏജൻസിയെ വെച്ചിട്ട്, ബാംഗ്ലൂരിൽ നിന്നോ മറ്റുള്ള PR ഏജൻസിയാണ്. ആ PR ഏജൻസിയെ വെച്ചിട്ട് മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകരെ പല മാധ്യമങ്ങളിൽ നിന്ന് വിളിക്കുക, എന്നിട്ട് മറ്റേ CEO കാണുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അങ്ങനെ ആണ് ഞാൻ രാജീവ് ചന്ദ്രശേഖരനോട് അദ്ദേഹത്തിനൊരു ബിസിനസ്സുകാരനായിട്ടാണ് ആദ്യം കണ്ടത്. അത് BPL ജോയിൻ ചെയ്ത ആദ്യ സമയത്താണ്, 1995 കണ്ടത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തെത്തി താമസിയാതെ അന്നാണ് കണ്ടിട്ടുള്ളത്. സാർ, ഇപ്പോൾ ഇതിനകത്തൊരു സംശയം, ഈ സംഘപരിവാറിൽ നിന്നല്ലാതെ ഒരു ബിസിനസ്സുകാരൻ ഈ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു. മാത്രമല്ല കർണാടകയിൽ നിന്ന് 3 തവണ അദ്ദേഹം രാജ്യസഭയിൽ MP ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പരിചയസമ്പത്തുള്ള ഒരാളെ ഈ തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കേരളത്തിലെ യുവജനങ്ങളെ നന്നായി ആകർഷിക്കാൻ, കാരണം ഒരു പ്രൊഫഷണൽ സമീപനമാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നതെങ്കിൽ അപ്പോൾ പാർട്ടി അടിമുടി മാറില്ലേ? അതെ, പാർട്ടി അടിമുടി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് വരിക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ഈ സംഘപരിവാർ മറ്റേ ശിക്ഷണത്തിൽ നിന്ന് വരുന്ന ആളല്ല. അദ്ദേഹത്തിന് ഇപ്പം നല്ല ബന്ധമൊക്കെ ഉണ്ട്. ഇപ്പോൾ BL സന്തോഷിനെ പോലുള്ള കർണാടകത്തിൽ നിന്നുള്ള ആളാണല്ലോ. അങ്ങനത്തെ ആളുകളെ എല്ലാവരെയും അറിയാം. അദ്ദേഹം സംഘകാര്യാലയത്തിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ആ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളല്ല അദ്ദേഹം. പിന്നെ മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു. ഒരു കാലത്ത് BJPയെ നയിച്ചിരുന്നത് ത്രിമൂർത്തികൾ എന്ന് പറയുമല്ലോ. KG മാരാർ, O രാജഗോപാൽ, K രാമൻപിള്ള തുടങ്ങിയ ത്രിമൂർത്തികളാണ്. ആ ത്രിമൂർത്തികളെ പറ്റി പിൽക്കാലത്ത് വന്നവർ പറയാറുള്ളത്, ആ ത്രിമൂർത്തികൾക്കൊരു വാശി ഉണ്ടായിരുന്നു, വേറൊരാളെയും BJPയിലേക്ക് അടുപ്പിക്കരുത് എന്ന് വാശി ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ഒരുപാട് വളർച്ചയൊന്നും അവരുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒരുപാട് ബന്ധങ്ങൾ, ബേപ്പൂർ തുടങ്ങിയിട്ടുള്ള കരുണാകരനുമായിട്ടുള്ള ബന്ധം ഇല്ലേ, ആ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് കാലം കരുണാകരനെ പരിചരിച്ചും ഒക്കെ നടന്നായിട്ടൊക്കെ അറിയാം. KG മാരാർക്കാണെങ്കിൽ കരുണാകരനുമായിട്ട് ബന്ധുത്വവും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു കാലത്തൊരു സ്ത്രീ പ്രസിഡന്റായിട്ട് വന്നിട്ട് ദേവകി അമ്മ എന്ന് പറഞ്ഞിട്ട് BJPക്ക് കേരളത്തിൽ അധികം ആരും ഓർക്കാത്തതാണ്. അപ്പം അതുകൊണ്ട് ഈ വലിയ മാറ്റമാണ് ഈ പറഞ്ഞ പോലെ. ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ പശ്ചാത്തലം, എന്താണ് പ്രൊഫഷണലിസം എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടൊരു പ്രൊഫഷണൽ ഓറിയൻറ്റേഷൻ ആ പാർട്ടിക്ക് വേണമെന്ന് ദേശീയ നേതൃത്വം കാണുന്നു. കുറെ കാലം അമിത്ഷായും ഒക്കെ വന്നിട്ട് ഇവിടെ കോർ കമ്മിറ്റിയിൽ അമിത്ഷാ പറയുന്നതിനെ പറ്റിയൊക്കെ എന്നോട് ആ കോർ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറയാറുണ്ട്. പൈസയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇത്ര തരാം, നിങ്ങൾ ഇത്ര പിരിക്കുക എന്നൊക്കെ ഷാ ഇവരോടൊക്കെ പറയുന്നത്. നിങ്ങൾ വളർത്തിയതിനെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും തരണം എന്ന് ദേശീയ നേതൃത്വത്തിനോട് ചോദിക്കുന്നു. അതിൻ്റെ പകുതി ആദ്യം നിങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക എന്ന് കർശനമായിട്ടൊക്കെ ദേശീയ നേതൃത്വം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു വലിയ തലത്തിൽ, ആഗ്രഹിക്കുന്ന തലത്തിൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലിപ്പോൾ മൂഡ് ഓഫ് ദി നേഷൻ ഇന്ത്യ ടുഡേയുടെ പോൾ വെച്ച് നോക്കിയാൽ തന്നെ 7%, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയ 24% വോട്ട് കിട്ടും. 24% നിന്ന് സിനുജി ഇനി ഈ സെഫോളജിയൊക്കെ അത്യാവശ്യം നമുക്കറിയാവുന്നതാണല്ലോ, 5% കാര്യമേ ഉള്ളൂ
സാർ, അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം, ഈ തിരുവനന്തപുരത്ത് ഇത്തവണ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു പ്രൊഫഷണൽ PR ടീമുമായിട്ടാണ് അന്ന് രാജീവ് ചന്ദ്രശേഖർ വന്നത്. മാത്രമല്ല ശശി തരൂരിൻ്റെ അടുത്ത് മത്സരിച്ചപ്പോൾ 3 ലക്ഷത്തോളം അധികം വോട്ട് പിടിക്കുകയും ചെയ്തു. അപ്പോൾ ശശി തരൂരുമായിട്ട് അങ്ങനെ വന്ന ചന്ദ്രശേഖരന് അത്രയും ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു പോരാട്ട വീര്യം ശരിക്കും പറഞ്ഞാൽ BJPയിലെ യുവതലമുറയ്ക്കും പഴയ ആളുകൾക്കും ഒരുപോലെ ഒരു ഊർജ്ജമായിട്ട് മാറാൻ സാധിക്കുമായിരിക്കും അല്ലേ? അതെ, തിരുവനന്തപുരത്ത് തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് തരൂർ ജയിച്ചു പോരുന്നതെന്ന് നമുക്കറിയാം. അതെ, ഒരു പ്രത്യേക മേഖലയും ഒക്കെ ഈ BJP വിരുദ്ധത ആദ്യ ഭാഗത്തൊക്കെ രാജീവ് ചന്ദ്രശേഖർ മുന്നേറിക്കൊണ്ടിരിക്കും ആണല്ലോ. അതെ, പിന്നീട് അവസാനമൊക്കെ ആവുമ്പോഴാണ് ഈ വെസ്റ്റും ഒക്കെ ഭീമാപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, വലിയ തുറ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ സംഗതി തകിടം മറിഞ്ഞു പോകുന്നത്. ഇനിയിപ്പോ ശശി തരൂരിന്, തിരുവനന്തപുരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ശശി തരൂർ ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലല്ലോ. ഹൈക്കമാൻഡിന് വേണ്ട ആളല്ലല്ലോ ശശി തരൂര്. അപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഇനി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ, ഒന്നാമത് ഇവിടെ ഒരു പടയോട്ടം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. സുരേഷ് ഗോപിയും ഇത്തരം പശ്ചാത്തലത്തിൽ നിന്നൊന്നും വന്നയാളല്ലല്ലോ. പിന്നെ BJP തന്നെ വലിയ തരത്തിൽ മാറേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ ഈ നേരത്തെ 7% ഇപ്പോൾ മൂഡ് ഓഫ് ദി നേഷൻ പോളിൽ കൂടിയ കാര്യം പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഇത് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ BJPക്ക് അനുകൂലമായി വലിയ മാറ്റം, ഭരണത്തിലേക്കും അധികാരത്തിലേക്കും വരാവുന്ന മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈഴവ സമുദായം BJPയെ വലിയ തോതിൽ സഹായിക്കേണ്ടതുണ്ട്. ഈഴവ സമുദായം പരമ്പരാഗതമായി മറ്റേ CPMന്റെ കൂടെ പോയിരിക്കുന്നവരാണ്. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ഇഴവ വോട്ട് CPMനെ സംബന്ധിച്ച് ആണല്ലോ. ഞങ്ങൾ ഹിന്ദുക്കളോട് എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ ഈഴവര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഇതാണ് CPMന്റെ നയം. അങ്ങനെയാണ് CPM നടന്നു പോകുന്നത്. പക്ഷെ അതിൽ വലിയ മാറ്റം വന്നു. വലിയ മാറ്റം വന്നത് നമ്മൾ കണ്ടതാണ്. V മുരളീധരൻ മത്സരിച്ച സ്ഥലത്ത് കണ്ടതാണ്. ശോഭ സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലത്തും കണ്ടതാണ്. വലിയ മാറ്റം ഉണ്ടായതാണ്. അപ്പൊ ഈ മാറ്റം ഇങ്ങനെ വരുന്നത് ഈ സംഘപരിവാർ പിന്തുണയോ മറ്റേ BJPയുടെ ട്രഡീഷണൽ വോട്ട് കൊണ്ടോ മാത്രമല്ല, അല്ലാതെ ഹിന്ദുക്കൾ പൊതുവെ BJPക്ക് അനുകൂലമായി കേരളത്തിൽ മാറുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ മാറ്റത്തിന് നയിക്കാവുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരാൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ദേശീയ നേതൃത്വം കണ്ടു. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനുജി പറഞ്ഞ യുവാക്കൾ, അവർക്ക് ഈ പഴയ രാഷ്ട്രീയത്തിൻ്റെ മറ്റേ തളപ്പ് എന്നൊക്കെ പറയില്ലേ, അതൊന്നും ഇല്ല. അവർക്ക് ഈ അടിയന്തരാവസ്ഥ എന്നൊക്കെ പറഞ്ഞാലൊന്നും ഓർമ്മയുള്ള ആളുകളൊന്നുമല്ല. ഇപ്പം എൻ്റെ കുട്ടികളാണെങ്കിൽ തന്നെ 1970 എന്നൊക്കെ പറഞ്ഞാൽ അതിന് ശേഷമൊക്കെ വരുന്ന ആളാണ്. ഞാൻ സംസാരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ എനിക്ക് വളരെ വലുതാണ്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും അത്ര വലുതല്ല, അന്നത്തെ കെടുതികളോ ഒന്നും. ഈ കാലഘട്ടം ഉണ്ടല്ലോ, ഈ പറയുന്ന IT ഇങ്ങനത്തെ ഉള്ള ആ മേഖലയിലും ഒക്കെയുള്ള യുവാക്കൾ, പ്രൊഫഷണലുകൾ ആയ യുവാക്കൾ, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അല്ലേ ഇപ്പൊ ധാരാളം കുട്ടികളൊക്കെ പഠിക്കുന്നത് കേരളത്തിൽ തന്നെ ഇല്ലേ? ആ പ്രൊഫഷണലുകളാകാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണുള്ളത്. അല്ലാതെ SFIയിലും DYFIയിലും പോയി ജീവിതം പാഴാക്കാൻ ആഗ്രഹിക്കുന്ന പഴയ തലമുറയൊന്നും ഇപ്പൊ കേരളത്തിലില്ല. ആ തലമുറ ഇങ്ങനെ മോദിയെ അല്ലേ, മോദിയുടെ ഭരണത്തിനെ ആഗ്രഹിക്കുന്ന തലമുറ, അതിൻ്റെ കൂടെ നിൽക്കുന്ന തലമുറ. ഈ കോൺഗ്രസ്, നെഹ്റു, കാൾ മാർക്സ്, മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനത്തെ ഭാരങ്ങളൊന്നും ഇല്ലാത്ത, അത്തരം ചിന്തകളൊന്നും ഇല്ലാത്തൊരു യുവതലമുറ, അതാണല്ലോ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ 2 തലമുറയായിട്ട്. അപ്പോൾ ആ തലമുറയുടെ ഒരു പ്രതീതിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം. കേരളത്തിലെ മാറ്റം എന്ന് പറയുന്നത് ഇപ്പം മിസോറാമിലെ മാറ്റം നമ്മൾ ചർച്ച ചെയ്തതല്ലേ. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ്, 84% ഇല്ലേ ജനസംഖ്യയിൽ. അവിടെ BJP ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി അല്ലേ. ആകെ 88 സീറ്റിൽ 64 സീറ്റ് BJPക്ക് കിട്ടി. ത്രിപുരയിൽ രാഖി രാമായണമാണ് മാറ്റം വന്നത് അല്ലേ, CPM ഭരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന്. ഇവിടെ ഏതാണ്ട് മറ്റേ
കോൺഗ്രസ് മുക്ത കേരളം ഏതാണ്ടൊക്കെ ശരിയായി. തുടർ ഭരണം വന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ കോൺഗ്രസ് വിമുക്ത കേരളം വന്ന സ്ഥലത്ത് ഇനി CPM വിമുക്തം കൂടി ആയിരിക്കണം. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലാത്തവരെയും ഉൾക്കൊള്ളാൻ കഴിയും, ഈ യുവാക്കളെയും ഉൾക്കൊള്ളാൻ കഴിയും. പിന്നെ പശ്ചാത്തലം, ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ആണല്ലോ, അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൂടെ ഇനി നിന്നേ പറ്റുള്ളൂ. ഇനി സിന്ധു സൂര്യകുമാറിന് മറ്റേ പ്രയാഗ്രാജിലെ മാലിന്യത്തിനെ പറ്റിയൊന്നും പറയാൻ കഴിയില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് CPMൻ്റെ കൂടെയും രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കൂടെയും എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ആ മാറ്റവും മാധ്യമരംഗത്തും വരേണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ അഴിമതി ചെയ്തിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. പല രാഷ്ട്രീയത്തിലും ഉണ്ടായ കെടുതികൾ BJPക്ക് ഉണ്ടായത് നമുക്കറിയാം. നമ്മൾ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. BPLലെ 64% ഓഹരി 2005 SR ഗ്രൂപ്പിന് വിൽക്കുന്നത് $1.1 ബില്യൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കറൻസിയിൽ എത്രയാണെന്നറിയോ? 9460 കോടി രൂപയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വർത്ത് എന്താണ് എന്ന് പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. 9460 കോടി രൂപയ്ക്കാണ് BPLലെ 64% ഓഹരി SRന് വിറ്റത്. പിന്നെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കമ്പനി, 2005 തുടങ്ങുമ്പോൾ $100 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് തുടങ്ങുന്നത്, മൂലധനം ജൂപ്പിറ്റർ ക്യാപിറ്റൽ. പിന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പത്രികയിൽ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 28 കോടി രൂപ വരുമാനം എന്നാണ് കാണിച്ചിരിക്കുന്നത്. 65 കോടി രൂപയുടെ സ്വത്തുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്, അസറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് സാൻഗ്വിൻ ന്യൂ മീഡിയ എന്ന് പറഞ്ഞ കമ്പനി, പിന്നെ റിപ്പബ്ലിക് TV നടത്തുന്ന ARG ഔട്ട്ലയർ എന്ന് പറഞ്ഞ മീഡിയ കമ്പനി, റിപ്പബ്ലിക്കിലും അദ്ദേഹത്തിന് ഓഹരി ഉണ്ടല്ലോ. ഇതൊക്കെ കുറച്ച് കൊണ്ടുവന്നത് അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാവുമ്പോഴാണ്. അല്ലെങ്കിൽ റിപ്പബ്ലിക്കും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. റിപ്പബ്ലിക്കിൽ AR ഔട്ട്ലയർ മുടക്കുന്നത് 60 കോടി രൂപ. AR ഔട്ട്ലയർ മീഡിയ തുടങ്ങുന്നത് 60 കോടി രൂപ വെച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെ നിക്ഷേപിക്കാൻ കഴിവുള്ള ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അല്ലേ? കേരളത്തിൻ്റെ കടക്കണിയൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ പരിഹാരം, കേരളത്തിൻ്റെ കടക്കണിയുടെയും കെടുതിയുടെയും സാമ്പത്തിക കെടുതിയുടെയും ഒക്കെ പരിഹാരം അല്ലേ പെട്ടെന്ന് കാണാൻ കഴിയുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. രാജ്യാന്തര തലത്തിൽ അദ്ദേഹത്തിന് വ്യവസായങ്ങളുമായിട്ട് പരിചയമുള്ള ആളാണ്, കൊണ്ടുവരാൻ കഴിയുന്ന ആളൊക്കെയാണ്. കേന്ദ്രത്തിലെ IT മന്ത്രാലയം നോക്കിയിരുന്ന ആളാണ് അല്ലേ? ജൂനിയർ മന്ത്രിയായിരുന്നു, സഹമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ്. രാജ്യാന്തര തലത്തിൽ ബന്ധങ്ങളുണ്ട്, ദേശീയ തലത്തിലും അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ കേരളത്തിലെ BJPയുടെ മുഖം അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആധുനികമായി വല്ലാതെ അങ്ങ് മാറി പ്രൊഫഷണലായി. അത് കേരളം കാത്തിരുന്ന മാറ്റമാണ്. അതാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.